അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വലിയ ഭീഷണി പിന്നീട് തീരുവ ചുമത്തുന്നു. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഇന്ത്യക്കുമേൽ അധിക തീരുവ ചുമത്തണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷെ അതിൽ നിന്നൊന്നും പിന്നോട്ട് പോകാൻ ഇന്ത്യ തയ്യാറല്ല. അതിനിടയിൽ ഈ തീരുവ ഭീഷണിക്കിടെ ഇന്ത്യയിൽ നിന്നുള്ള പല നേതാക്കളും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളും വാർത്ത നൽകിയിരുന്നല്ലോ. ഇന്ത്യ റഷ്യയിൽ നിന്നും വലിയ രീതിയിൽ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കുന്നു, അതോടൊപ്പം തന്നെ കപ്പലുകൾ തിരിച്ചുവിട്ടു എന്ന രീതിയിലുള്ള വിമർശനങ്ങളും അതോടൊപ്പം തന്നെ വാർത്തകളുമെല്ലാം നൽകിയവർ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ മാസത്തെ എണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിൽ കൃത്യമാണ് ഇന്ത്യ ഒരടി പോലും പിന്നോട്ട് വച്ചില്ല. അമേരിക്കയുടെയും ട്രംപിന്റെയും ഭീഷണിക്ക് വഴങ്ങാതെ ഇന്ത്യയുടെ കച്ചവടത്തിനാണ്, ഇന്ത്യയുടെ ലാഭത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിലൂടെ വ്യക്തമാക്കുന്നത്, കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. അതിങ്ങനെയാണ്: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി കുറയ്ക്കാതെ ഭാരതം. സെപ്റ്റംബർ മാസത്തിലെ കണക്ക് പ്രകാരം രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. രാജ്യത്തെ എണ്ണ ഇറക്കുമതിയിൽ മുന്നിൽ നിൽക്കുന്നത് 1-ാം സ്ഥാനം റഷ്യയായി മാറിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്ത്യ ഒരു കപ്പലുകളും തിരിച്ചു പോയിട്ടില്ല, ആരുടെ മുന്നിലും തങ്ങളുടെ അഭിമാനം അടിയറവ് പറഞ്ഞിട്ടില്ല, ഭീഷണിക്ക് വഴങ്ങിയിട്ടില്ല. ഇന്ത്യ കച്ചവടം ചെയ്യുകയാണ്. കാരണം ഗുജറാത്തികളുടെ പാരമ്പര്യം തന്നെ കച്ചവടമാണല്ലോ. അപ്പോൾ പ്രധാന പദവികളിൽ ഇരിക്കുന്ന ഗുജറാത്തികളാണ്. അപ്പോൾ കച്ചവടം വിട്ട് ഒരു കളിയും ആ ഗുജറാത്തികൾ നടത്തിയിട്ടില്ല എന്നതിൻ്റെ കണക്കാണല്ലോ ഈ പുറത്തു വരുന്നത്. നമ്മുടെ രാജ്യത്തെ 100%-ത്തിൽ 33% നാം ഇറക്കുമതി ചെയ്യുന്നതിൽ 33% നാം ഇറക്കുമതി ചെയ്യുന്നത് ഈ റഷ്യയിൽ നിന്നാണ്. അപ്പോൾ ഈ കപ്പലുകൾ തിരിച്ചു പോയെങ്കിൽ എങ്ങനെയാണ് ഈ 33% വരുന്നത്? അത് ഈ വാർത്ത നൽകിയവരെല്ലാം ഇതെന്താ വാർത്ത നൽകാത്തത്? ഇതിനെക്കുറിച്ച് ഒന്നും മൗനം പാലിക്കുന്നുണ്ടല്ലോ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. റഷ്യയിൽ നിന്നാണ് നാം 1-ാം സ്ഥാനം, ഇറക്കുമതിയിൽ 1-ാം സ്ഥാനം എത്തിയിരിക്കുന്നത്. അതും നാം മറ്റു രാജ്യങ്ങളുമായി എണ്ണ ക്രൂഡ് ഓയിൽ കച്ചവടം നടത്തുമ്പോൾ അത് ഡോളറിലായിരുന്നു. ഡോളറിന്റെ വിനിമയം നടത്തുമ്പോൾ, നാണയ വിനിമയം നടത്തുമ്പോൾ വലിയ രീതിയിൽ ഇന്ത്യക്ക് നഷ്ടം സംഭവിക്കുന്നു. റഷ്യയുമായി അങ്ങനെയില്ല, നമ്മുടെ രൂപയിലാണ്, നമ്മുടെ നാണയം കൊടുത്താണ് റഷ്യയിൽ നിന്നും കോടാനുകോടി രൂപയുടെ എണ്ണ നാം വാങ്ങുകയും അത് പിന്നീട് പെട്രോളായും ഡീസലായും എല്ലാം നാം കയറ്റുമതി ചെയ്യുന്നത് ആർക്കാണ്? ഈ ട്രംപിനറിയാമോ? ട്രംപിനറിയാം. കാരണം ട്രംപ് ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെ ഈ വിവാദങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ ഉക്രൈനുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഉക്രൈനാണ് ഏറ്റവും കൂടുതൽ ഡീസൽ വാങ്ങുന്നത്. അവിടുത്തെ ഇറക്കുമതിയിൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഡീസൽ ആ രാജ്യത്തിന് നൽകുന്നത്. അതൊന്നും എന്തുകൊണ്ട് ട്രംപ് മനസ്സിലാക്കുന്നില്ല? ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങി അത് ഡീസലായി മാറ്റി ഉക്രൈന് നൽകുകയാണ്. അതിലൂടെ കോടാനുകോടി രൂപയുടെ ലാഭമാണ് കൊയ്യുന്നത്. ഈ ട്രംപ് പറയുന്നത് ഈ യുദ്ധത്തിന് പിന്നിൽ ഇന്ത്യയാണ്, മോദിയാണ്. ഇന്ത്യ ഈ രാജ്യത്തിന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കൊണ്ടാണ് അവർക്ക് ആയുധം വാങ്ങാനുള്ള പണവും യുദ്ധം നടത്താനുള്ള പണവും ലഭിക്കുന്നത്. ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിയാൽ ഈ യുദ്ധം ആ സമയം തന്നെ നിൽക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഉക്രൈനും ഇന്ത്യയിൽ നിന്നും ഡീസൽ വാങ്ങുന്നുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് എന്തുകൊണ്ട് നിർത്താൻ കഴിയുന്നില്ല? എല്ലാ രാജ്യത്തിനും സ്വന്തം താല്പര്യങ്ങളുണ്ട്. ട്രംപിന്റെ കളികളൊന്നും ഇന്ത്യയോടുകൂടി നടക്കില്ല. മുൻകാലങ്ങളെ പോലെയല്ല. അവിടുത്തെ പ്രസിഡന്റ് വരുമ്പോൾ പുറകെ പതുങ്ങി നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ കാലമെല്ലാം കണ്ടു കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞു, ആ കാലങ്ങളെല്ലാം കഴിഞ്ഞു പോയി. ആ രീതി തന്നെ ഇന്ത്യ വീണ്ടും പിന്തുടരണമെന്ന് നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ അത് നടക്കാത്ത സ്വപ്നമായി ട്രംപേ മാറും. അതോടൊപ്പം തന്നെ 2025 ഏപ്രിൽ 43% ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷം മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ 40% ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതിന് മുൻകാലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കടൽ മാർഗം, അടുത്ത് റഷ്യയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ കടൽ മാർഗം റഷ്യയിൽ നിന്നും ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യത്തിൻ്റെ പേര് ഇന്ത്യയാണ്. അത് ഏകദേശം 15.98 ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. അത്തരത്തിലുള്ള വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്നത്. റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങുന്നുണ്ട്. അതിൽ ഇറാഖിൽ നിന്നും 18% എണ്ണ
സൗദി അറേബ്യയിൽ നിന്നും 12.8%, സൗദി അറേബ്യയിൽ നിന്നും 12.8% സൗദി അറേബ്യയുമായി നമുക്കറിയാമല്ലോ, ഇത്രയും എണ്ണ കച്ചവടം എന്ന 12%-ലധികം ഇന്ത്യ ആ രാജ്യത്തിൽ നിന്നും പണം കൊടുത്തു വാങ്ങുന്നുണ്ട്. ഡോളറിലൂടെ ഈ എണ്ണ വാങ്ങുന്നുണ്ട്. ആ രാജ്യവുമായാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചില കരാറുകളിൽ ഏർപ്പെട്ട ശേഷം ആ രാജ്യത്തെ കോമാളി മന്ത്രിമാരുണ്ടല്ലോ, പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ മന്ത്രിയും അവിടുത്തെ പ്രധാനമന്ത്രിയും എല്ലാം പറയുന്നു, ഞങ്ങൾ സൗദി അറേബ്യയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഇനി ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടി നൽകുമെന്ന് ഇവർ വീമ്പിളക്കുന്നു. പക്ഷെ സൗദി ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണ്? ഇതാണ്, ഇന്ത്യയുടെ കയ്യിൽ മുൻകാലങ്ങളെ പോലെയല്ല, ഇന്ത്യയുടെ കയ്യിൽ പണമുണ്ട്. സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ നീങ്ങുകയാണെങ്കിൽ സൗദി അറേബ്യയുടെ എണ്ണ വേണ്ട. ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങൾ പുതിയ കമ്പോളങ്ങൾ തേടി പോകാമല്ലോ. അത് തന്നെയാണല്ലോ നാം അമേരിക്കയുമായി ബന്ധപ്പെട്ട് കണ്ടത്. ട്രംപിന്റെ തീരുവ വന്നതിന് പിന്നാലെ ഇന്ത്യ പുതിയ മാർക്കറ്റുകൾ തേടിപ്പോയി. ജപ്പാൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച് എന്തുകൊണ്ടാണ്? അത് പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കുകയാണ്. കാരണം ലോകത്ത് മുൻകാലങ്ങളിൽ 2 ശക്തികൾ മാത്രം, ആ കാലത്ത് പോലും ഇന്ത്യ 3ാമത്തെ ചേരി രൂപീകരിച്ചു പോയി. പിന്നെയാണ് ഈ കാലത്ത് ഇന്ത്യ ഇത്രയും വലിയ ലോകശക്തിയായി മാറുമ്പോഴാണ് അമേരിക്കയുടെ അവരോടൊപ്പം നിൽക്കുന്ന കുറച്ച് ഊച്ചാളി രാജ്യങ്ങളും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്നത്. അടുത്തതായുള്ളത് UAE-യിൽ നിന്നും 12% വാങ്ങുന്നു. അത്തരത്തിലാണ് നൈജീരിയയിൽ നിന്നും വാങ്ങുന്നു, അങ്കോളയിൽ നിന്നും വാങ്ങുന്നു. പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഈ രീതിയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്ത്യയുടെ, അത് എല്ലാ രാജ്യങ്ങൾക്കും അതാണല്ലോ, സാമ്പത്തികം വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെ സാമ്പത്തികം പ്രധാനപ്പെട്ട ഘടകമായി മാറുമ്പോഴാണ് ഈ രാജ്യങ്ങൾ, എല്ലാ വിദേശ രാജ്യങ്ങളും, ഇപ്പോൾ വികസിച്ച് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളുടെയും കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അവർക്ക് വിൽക്കണമെങ്കിൽ ഇന്ത്യയെ പോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ വേണം. ഈ പാകിസ്ഥാനിലെല്ലാം പോയി പ്രധാനപ്പെട്ട എന്താണ് വിൽക്കാനുള്ളത്? അവിടെ വിൽക്കാനുള്ളത് ചപ്പാത്തി, റൊട്ടി മാത്രമായിരിക്കുമല്ലോ ആ ടൈം. അവിടെ സാമ്പത്തികമായി അവർക്ക് ഒരു ഭദ്രതയില്ല. അവരുടെ പണം ഒഴുക്കുന്നത് അവരെന്തിനാണ്? സൈനികർക്ക് വേണ്ടിയാണ് ഏറ്റവും അധികം പണം ഒഴുക്കുകയും പിന്നീട് പണം ഒഴുക്കുന്നത് അവർ പിരിച്ചു കൊണ്ടുവന്ന് ഈ ഭീകരവാദികൾക്ക് നൽകുക. അല്ലാതെ അവിടുത്തെ ജനങ്ങൾക്ക് വികസനത്തിന് വേണ്ടിയോ ജനങ്ങളുടെ കയ്യിലോ പണമില്ല. പക്ഷെ ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ കൃത്യമായി മുതലാക്കാൻ കഴിയുന്ന രാജ്യങ്ങൾക്കായിരിക്കും ഇനി മുന്നോട്ട് വളർച്ച ഉണ്ടാകുക എന്ന് പറയുന്നത്. മുതലാക്കുക എന്ന് പറഞ്ഞാൽ കമ്പോളത്തിൽ, ഇന്ത്യ എന്ന കമ്പോളത്തിൽ നിങ്ങളുടെ നല്ല ക്വാളിറ്റിയുള്ള വസ്തുക്കൾ എത്തിച്ച് വിൽപ്പന നടത്തിയാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത് തന്നെ നമ്മുടെ സർക്കാരിനും അതിൽ കൃത്യമായി തന്നെ ബോധ്യമുണ്ട്. അന്ന് ചൈനയുമായുള്ള സംഘർഷത്തിന് പിന്നാലെ നമുക്ക് കൃത്യമായി തന്നെ ഇതിൽ നിന്ന് വ്യക്തമാകുന്നതാണല്ലോ, ചൈനയുടെ എല്ലാ കച്ചവടം പൂട്ടിച്ചില്ലേ? കച്ചവടം പൂട്ടിച്ചത് ശേഷം അതിർത്തിയിൽ അവർ ചർച്ചയ്ക്ക് തയ്യാറായില്ലേ? കാരണം ഇത്രയും വലിയ പോപ്പുലേഷൻ ഉള്ള രാജ്യത്ത് അവർക്ക് അവരുടെ വലിയ കമ്പോളമായി കാണാൻ ഇപ്പോൾ ചൈന തയ്യാറാകുന്നുണ്ട്, റഷ്യ തയ്യാറാകുന്നുണ്ട്. പക്ഷെ ഒരു കാലത്ത് അമേരിക്ക തയ്യാറായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടാമത് ഒരു മണ്ടനായ പ്രസിഡന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം, ആദ്യത്തെ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായ രണ്ടാമതൊരു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ പാകിസ്ഥാന് പിന്നാലെ പോവുകയാണ്. പാകിസ്ഥാന് പിന്നാലെ പോയാൽ എന്താണ് ലഭിക്കുക? തീവ്രവാദ സംഭാവനയായി ലഭിക്കും. അല്ലാതെ അതിൽ കൂടുതൽ എന്താണ്? ആ സംഭാവന കൊണ്ടാണല്ലോ, ആ തീവ്രവാദികളുടെ സംഭാവന കൊണ്ടാണല്ലോ അമേരിക്ക കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായ വേൾഡ് ട്രേഡ് സെന്റർ നടന്നത്. അന്ന് അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അഭയം നൽകിയത് ആരാണ്? ആ പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാനുമായി ചങ്ങാത്തം കൂടി എന്ന് പറഞ്ഞ അമേരിക്കയ്ക്ക് എന്താണ് ഗുണം? മറിച്ച് ഇന്ത്യയോട് ചങ്ങാത്തം കൂടുകയാണെങ്കിൽ വലിയ രീതിയിൽ സാമ്പത്തികമായ ലാഭം ലഭിക്കുമായിരുന്നു. അത് തന്നെയാണല്ലോ ഇപ്പോൾ റഷ്യ നടപ്പിലാക്കുന്നത്. റഷ്യ കൃത്യമായി തന്നെ, നിങ്ങൾ ഡോളറിൽ കച്ചവടം വേണ്ട, രൂപയിൽ കച്ചവടം നൽകൂ, ഞങ്ങൾ എത്ര എണ്ണ വേണമെങ്കിലും തരാം. ഇന്ത്യക്കാണെങ്കിൽ ആവശ്യം എണ്ണയുമാണ്, ഇന്ത്യയിൽ പണമുണ്ട്, ഇന്ത്യ പണം കൊടുത്ത് എണ്ണ വാങ്ങുന്നു. അതിനെതിരെയായിരുന്നു ട്രംപിന്റെ വലിയ രീതിയിലുള്ള വിമർശനം. അദ്ദേഹം തീരുവ ചുമത്തിയിട്ട് ഒരടി പോലും പിന്നോട്ട് പോയില്ല. കാരണം ഇന്ത്യയിൽ നമുക്കറിയാമല്ലോ, പെട്രോളിനും ഡീസലിനും എല്ലാം എത്രത്തോളം ആവശ്യക്കാരുണ്ട്. ഇന്ത്യയുടെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം ഇന്ധനങ്ങൾ എത്രത്തോളം ആവശ്യമുണ്ടെന്ന് സാധാരണക്കാർക്ക് തന്നെ അറിയാം. കാരണം ഒരു സാധാരണക്കാരന് ജോലിക്ക് പോകുമ്പോൾ വാഹനം ഉപയോഗിക്കാൻ ഇത്തരത്തിലുള്ള പെട്രോൾ വേണ്ടേ? കാർ ഉപയോഗിക്കുന്നവർക്ക് ഡീസൽ വേണ്ടേ? അതോടൊപ്പം തന്നെ നാം
കൃഷി ആവശ്യങ്ങൾക്ക് പല എഞ്ചിനുകളും പ്രവർത്തിക്കാൻ, യന്ത്രങ്ങളും പ്രവർത്തിക്കാൻ ഡീസൽ വേണ്ടേ? അപ്പോൾ കൃത്യമാണ്. എന്തായാലും ഈ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ ട്രംപിന്റെ ഭീഷണി ഇന്ത്യ മുഖവിലക്കെടുത്തിട്ടില്ല എന്നതിനുള്ള തെളിവാണ് ഈ റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.